ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പം നിലവിൽ ഒരു 1 വീക്കായിട്ട് ചെയ്തു വരുന്ന ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു 1 വീക്കിൽ തന്നെ എനിക്കൊരു ചേഞ്ച് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പം ഭയങ്കര ഈ ഒരു വെയിലും പിന്നെ ഞാൻ ഇന്റേൺഷിപ്പിനായിട്ട് 1 മാസം ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഭയങ്കര പൊടിയും വെയിലും നമുക്ക് പറ്റുന്ന ക്ലൈമറ്റ് അല്ല. അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ എൻ്റെ സ്കിൻ കുറച്ചും കൂടെ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിമ്പിൾസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു. പിമ്പിൾസ് ഒക്കെ ഒരുവിധം കുറഞ്ഞു. ഇപ്പം ഇത് ഇവിടെ ഇങ്ങനെ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. പക്ഷെ പിമ്പിൾസ് പോയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കറുത്ത പാടല്ല, എനിക്ക് റെഡ് കളറിലെ പാടാട്ടോ. അപ്പം അതുകൊണ്ട് പക്ഷെ അതും ഇപ്പം അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വരുവാണ്. ഇപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിമ്പിൾസ് വന്നിട്ട് പോയി എന്ന് വിചാരിക്കും, പക്ഷെ അത് വീണ്ടും തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ ചില ഫുഡിൻ്റെ കുറച്ച് കൺട്രോൾ, ചില ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നോക്കണം. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റും കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെറും വയറ്റിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പം ഈ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം മുതൽ ഞാൻ കറക്റ്റായിട്ട് ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അത് ഈ ഒരു ബോട്ടിൽ കാരണം മാത്രമാട്ടോ. കാരണം എനിക്ക് വെള്ളം കുടിക്കുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മേടിച്ച് വെച്ച് അപ്പം നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പം എപ്പോഴും ഒരു ബോട്ടിൽ കാണുമ്പോൾ നമുക്ക് എന്നാൽ വെള്ളം കുടിച്ചേക്കാം എന്നൊരു തോന്നലുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ആ ഒരു സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയറിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 2 ലിറ്റർ വെള്ളം ഒരുമിച്ചൊന്നും കുടിക്കേണ്ട. ഒരു 1/4 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം മോർണിംഗിൽ കുടിക്കാൻ വേണ്ടി നോക്കുക. അത് ഒറ്റയടിക്കെടുത്ത് കമത്താനല്ല പറയുന്നത്. എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, അതിനുശേഷം ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വരുമ്പം കുറച്ചും കൂടി വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു രാവിലെ ഒരു 8-9 മണിക്ക് മുന്നേ ആയിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം തീർക്കാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന, ഈവൻ നമ്മുടെ ഫേസിലല്ല നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 50% അല്ല, അതിനേക്കാളും കൂടുതൽ നമ്മളെ വെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോൾ നമ്മുടെ ഇന്റേണലി ഉള്ള നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമ്മുടെ എക്സ്റ്റേണലി ഉള്ള നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് മുടി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പണ്ടെങ്ങാണ്ടും മേടിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം വീട് ക്ലീൻ ആക്കിയപ്പോൾ തിരിച്ച് കിട്ടി. ഞാനെടുത്ത് വീണ്ടും പ്രാസനം തുടങ്ങി. ഓക്കെ, ഇനി നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, അഥവാ ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 മന്തായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആട്ടോ ഇത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എത്തിഗ്ലോയുടെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്തിരുന്നത്. അതും ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഡ്രൈ ആക്കും അത്. അപ്പോൾ എനിക്ക് ഭയങ്കര മൈൽഡായിട്ടുള്ള, ഒട്ടും നമ്മുടെ ഫേസ് ഒന്നും ഒട്ടും ഡ്രൈ ആക്കാത്ത ഒരു ഫേസ് വാഷ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഫേസ് വാഷാണ് സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു ഫേസ് വാഷാണിത്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇത് ഇത്രയൊക്കെ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ പതയത്തൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഞാൻ സാധാരണ എടുക്കുന്ന ഫേസ് വാഷിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായി പോയിട്ടോ, അതുകൊണ്ട് ഇച്ചിരി പതഞ്ഞിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ പതയാറൊന്നുമില്ല. ഞാൻ എടുത്തേക്കുന്ന അത്രയും ക്വാണ്ടിറ്റി അപ്പോൾ എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒരു ഫേസ് വാഷ് വെക്കണം കേട്ടോ. അതിന് ശേഷമേ വാഷ് ചെയ്യാവുള്ളൂ. ഇതിപ്പം അത്രയും ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് കൊണ്ടാട്ടോ ഇത്രയെങ്കിലും പതയുന്നത്, അല്ലെങ്കിൽ ഇത് ഇത്രയും പതയത്തൊന്നുമില്ല. ഞാൻ ഇത്ര ആദ്യമായിട്ട് ഇത് പതഞ്ഞ് കാണുന്നത്. ഞാൻ നേരത്തേക്ക് ഇങ്ങനെ ഫേസ് വാഷ് ഫേസിലിടും അപ്പം തന്നെ വാഷ് ചെയ്ത് കളയും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഒരു 2-3 മിനിറ്റ് ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ ഒരു ചെറിയ മസാജൊക്കെ കൊടുത്തതിന് ശേഷമാണ് വാഷ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ ഫേസ് വാഷിലുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസിലോട്ട് പെനിട്രേറ്റ് ആയിപ്പോയി നമ്മുടെ ഫേസ് വാഷിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഫേസിൽ വെക്കണം, എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ ഈ ഒരു ടോണറാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാനിതിൻ്റെ ഡേറ്റ് നോക്കിയത്. ഡേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് ഒക്ടോബർ വരെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങ് വേണ്ട, ഇപ്പോൾ തീരാറായില്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് നിർത്തി. ഇപ്പോൾ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. അപ്പം ഞാൻ സാധാരണ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഈ ഒരു ടോണർ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ ടോണർ യൂസ് ചെയ്യുന്നില്ല. ടോണറൊക്കെ പുതിയത് വന്നതിന് ശേഷം നമുക്ക് വേറൊരു മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സിറം യൂസ് ചെയ്യും. സിറം ഞാൻ ശരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു സിറം ഞാൻ മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കുറേ നല്ല റിവ്യൂസ് കണ്ടു. അപ്പം അങ്ങനെ ഞാൻ മേടിച്ച് യൂസ് ചെയ്യുന്ന ഒരു സിറമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ സിറമാണ് ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിറം. ഡേം ഡോക്കിൻ്റെ 10% നാസിനമൈഡ് സിറമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെനിക്കങ്ങനെ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു ഡിഫറൻസ്. നല്ല അടിപൊളിയായിട്ടുള്ള സിറം കേട്ടോ. നിങ്ങളിപ്പം ഒരു നല്ല സിറമൊക്കെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഒരു റിഗ്രറ്റ് ഉണ്ടാകത്തില്ല, അടിപൊളി. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രത്തിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. പതയൊക്കെ വരുന്നേ. സിറം യൂസ് ചെയ്ത് അപ്പം തന്നെ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ഒരു 2 മിനിറ്റ് സിറം അങ്ങനെ ഇരിക്കട്ടെ. സിറം എന്നല്ല, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താലും അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. വിറ്റാമിൻ C+E ഒരു ലിപ് ബാം ആട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളി ലിപ് ബാം ആണ്. കുറച്ച് പേർക്ക് ഇത് യൂസ് ചെയ്തിട്ട് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വന്നു എന്ന് പറഞ്ഞു, അതായത് ഡാർക്ക് കളർ ആയെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടപ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം ലിപ്സ്റ്റിക് ഇട്ട് എൻ്റെ ലിപ്പിൽ കുറച്ച് ഇങ്ങനെ കളർ മങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്, അത് മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല. ചിലപ്പോൾ എനിക്ക് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ വർക്ക് ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പം. ഞാനിനി ഈ ലിപ് ബാം ഇട്ടെടുക്കട്ടെ. ഇത് രാത്രിയിലും രാവിലെയും അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ചെറിയൊരു കളറുണ്ട് കേട്ടോ, ചെറിയൊരു കളർ വരാറുണ്ട്. നമ്മുടെ ലിപ്പ് ഭയങ്കര, ഇത് ഇട്ടതിന് ശേഷം നമുക്ക് അറിയാൻ വേണ്ടി ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ചതല്ല കേട്ടോ. കാരണം എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത് അക്വസോഫ്റ്റിൻ്റെ ഒരു ഫാർമസി പ്രൊഡക്റ്റാണ്, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തീർന്നു പോയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മോയ്സ്ചറൈസർ തപ്പി നടന്നു കഴിഞ്ഞപ്പം ഈ ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റിവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എടുത്തൊരു മോയ്സ്ചറൈസർ ആട്ടോ. യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് പേര് നല്ല അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണിത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് ഫേസിൽ അബ്സോർബ് ആയി പൊക്കോളും. അപ്പം ഞാനിപ്പം കുറച്ച് നാളായിട്ട്, എനിക്ക് തോന്നുന്നു 1 മന്ത് ഒന്നും ആയില്ല, ഏകദേശം 1 മന്ത് ആവുന്നു ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യരുത്. നമ്മുടെ കണ്ണ് ഡാർക്കാകും, അതായത് ഡാർക്ക് സർക്കിൾസ് വരാൻ വേണ്ടിയിട്ട് കാരണമാകും. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യരുത്. ഇനി നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എടുത്തിടരുത്, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന്
കുറച്ചൊന്ന് ഡ്രൈ ആകും. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ മെയിൻ താരം സൺസ്ക്രീൻ. പിന്നെ സൺസ്ക്രീൻ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡിൻ്റെ വിറ്റാമിൻ സി ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 1 മന്തായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മന്തായി. ഇത് ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് നമുക്ക് ഡോക്ടർ ഷെത്തിൻ്റെ ബൈ 1 ഗെറ്റ് 1 എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നില്ല, ആ ഒരു സമയത്ത് ഞാൻ മേടിച്ചാണ്. അപ്പം മറ്റേ അതിന് മുന്നേ തന്നെ സെറാമൈഡിൻ്റെ വിറ്റാമിൻ സി എന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറയുമ്പം എൻ്റെ സ്കിൻ ശരിക്കും ഓയിലി സ്കിന്നായിരുന്നേ. പക്ഷെ ഞാൻ എത്തികളോടെ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എൻ്റെ ഫേസ് ഇപ്പം നോർമലാണ്. ആ ഒരു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാരൊക്കെ എത്തികളോടെ ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്ന നല്ലത്. നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടത് കാരണം ഇപ്പം എൻ്റെ ഫേസ് ഒരു നോർമൽ ഫേസ് പോലെ. അപ്പം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പം പെട്ടെന്ന് അബ്സോർബായി പോകും. നമുക്കങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സൺസ്ക്രീൻ ഇട്ടിട്ട് ചിലപ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് എന്തൊരു കട്ടിപ്പ് പോലെയൊക്കെ തോന്നത്തില്ല. അങ്ങനെയൊന്നുമില്ല, അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആട്ടോ. നിങ്ങളുടെ ഓയിലി സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തീർന്നോ? കുറേ ഇത് നമ്മൾ പുറത്ത് എവിടെയും പോകുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ഇന്ന്. എന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. ഇടയ്ക്ക് സൺസ്ക്രീൻ ചൊയ്ക്കണം. നമ്മൾ 2 ഫിംഗർ അല്ലെങ്കിൽ 3 ഫിംഗർ മെത്തേഡൊക്കെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പം ഇങ്ങോട്ട് കിട്ടുന്ന പോലുമില്ല. പിന്നെ ചെവിയിലും ഇടാൻ വേണ്ടി മറക്കരുത്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ കണ്ണിൻ്റെ താഴെയും മുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ നെക്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നന്നായിട്ട് ഇത് പെട്ടെന്ന് പിന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പെട്ടെന്ന് അബ്സോർബായി പൊക്കോളും. ഞാൻ ചെവിയിൽ കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ സൺസ്ക്രീൻ. നമ്മൾ ചെവിയിൽ കൂടി അപ്ലൈ ചെയ്യണം, ചെവി സംരക്ഷിക്കണ്ടേ. അപ്പം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയർ ആണ്. അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രൊഡക്റ്റ് വാരി വലിച്ച് യൂസ് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിന് ചേർന്നതാണോ എന്നതാണ് മെയിൻ പരിപാടി. നമ്മളിപ്പോൾ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആ 2 പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിന് ചേരുന്നതായിരിക്കണം. അപ്പം ഞാൻ ഫൈനലി ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും തന്നെ ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആവുന്ന പോലത്തെ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. കാരണം എൻ്റെ ഇപ്പോൾ പ്രസൻ്റ്ലി എൻ്റെ സ്കിൻ നോർമൽ പോലെയാണ് ആക്ച്വലി. പക്ഷേ എൻ്റെ ഇത് ഓയിലി സ്കിന്നായിരുന്നു. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതൊക്കെ ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ആ ഫേസ് വാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക പ്രൊഡക്റ്റും എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇത്രയും പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അതായത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് സ്കിന്നിൽ നല്ലൊരു ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാരണം അത്രയും ഡാമേജ്ഡ് ആയിട്ടാണ് എൻ്റെ സ്കിൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ് അല്ല, എന്നാലും ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ്ഡ് ആയിട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ മസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.